നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. CPI-എമ്മിനെ അക്രമരാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാക്കി ചിത്രീകരിക്കാൻ ആഹ്വാനം ചെയ്ത തൃത്താല MLA VT ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി. തൃശ്ശൂരിൽ A ഗ്രൂപ്പ് പ്രവർത്തകൻ ഹനീഫയെ എതിർ ഗ്രൂപ്പുകാർ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കോൺഗ്രസിനെ കരകയറ്റുക എന്നത് നിർണായകമാണെന്ന് ബൽറാം പറയുന്നു. CPI-എം വിഭാഗീയതയിലോ CPI-എം-CPI സംഘർഷത്തിലോ കൊല്ലപ്പെട്ടവരുടെ കണക്കെടുക്കാനും ബൽറാം ആഹ്വാനം ചെയ്തു. ചാവക്കാട് കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് A ഗ്രൂപ്പ് പ്രവർത്തകൻ ഹനീഫ കൊല്ലപ്പെട്ട സംഭവം CPI-എം പ്രചാരണ വിഷയമാക്കിയതിനെ തുടർന്നാണ് തൃത്താല MLA VT ബൽറാം വിഷയത്തിൽ ഇടപെടുന്നത്. CPI-എമ്മിനെതിരെ പോസ്റ്റുകളിടാൻ INC ഓൺലൈൻ എന്ന കോൺഗ്രസ് അനുഭാവികളുടെ ഗ്രൂപ്പിൽ VT ബൽറാം ആഹ്വാനം ചെയ്തു. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് നിർണായകമായൊരു വിഷയമാണ് ഇതിൽ നിന്നും കരകയറുക എന്ന് പറഞ്ഞ ബൽറാം CPI-എമ്മിനെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി ചിത്രീകരിക്കുന്ന പോസ്റ്റുകളിടാനും ആഹ്വാനം ചെയ്തു. അക്രമ സംഭവങ്ങൾ എപ്പോഴും ഉണ്ടാകാം, എന്നാൽ അതിൽ CPI-എമ്മിനെ പോലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസിനില്ല എന്ന തരത്തിലായിരിക്കണം ചർച്ചയെന്നും ബൽറാം ഉദ്ബോധിപ്പിക്കുന്നു. ഈ പോസ്റ്റ് CPI-എം അനുഭാവികൾ ഓൺലൈനിൽ ചർച്ചയാക്കി. എന്നാൽ CPI-എം വിഭാഗത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കെടുക്കാൻ ആവശ്യപ്പെട്ട ബൽറാമിന്റെ പോസ്റ്റ് ഫോട്ടോഷോപ്പിൽ വ്യാജമായി നിർമ്മിച്ചതാണെന്ന വാദവുമായി കോൺഗ്രസ് അനുഭാവികൾ രംഗത്തെത്തി. വിവാദം കത്തുന്നതിനിടെ VT ബൽറാം തന്നെ നേരിട്ടെത്തി പോസ്റ്റ് തന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. പോസ്റ്റിനെ ന്യായീകരിച്ച ബൽറാം തന്റെ പാർട്ടിയെ സംരക്ഷിക്കുക എന്നത് തന്റെ ചുമതലയാണെന്നും തന്റെ പോസ്റ്റിൽ ശരിയല്ലാത്തതായി ഒന്നുമില്ലെന്നും ഫേസ്ബുക്ക് പേജിൽ എഴുതി. ന്യൂ മീഡിയ ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ A സജീവൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ സണ്ണി ജോസഫ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ സജീവൻ, ഹനീഫ വധക്കേസിന് ശേഷം അതിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയോ തിരുത്തണമോ എന്ന കാര്യം ചർച്ച ചെയ്യുന്നതിന് പകരം CPI-എമ്മിനെ അക്രമികളുടെ പാർട്ടിയായി ചിത്രീകരിക്കുന്ന പ്രചാരണം നടത്തണമെന്ന VT ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അത് ശരിയായ ഒരു നിലപാടാണോ? തീർച്ചയായിട്ടും ശരിയായിട്ട് നിലപാടല്ല. കാരണം തങ്ങളുടെ പാർട്ടിയിൽ തങ്ങളുടെ പക്ഷത്തുള്ള തെറ്റുകൾ പരിഹരിക്കുന്നതിന് പകരം മറ്റുള്ള ആളുകളുടെ തെറ്റുകൾ പർവ്വതീകരിക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് അത് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും ഏത് നേതാവ് എടുത്തു കഴിഞ്ഞാലും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനും ഒരു പ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ മറ്റുള്ള ആളുകളുടെ 10 പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അരപ്രശ്നമോ ഉന്നയിച്ചിട്ട് ജയിക്കുന്നതിൻ്റെ ഒരു ഏർപ്പാട് പൊതുവെ രാഷ്ട്രീയത്തിൽ കാണാറുണ്ട്. അതിൻ്റെ ഒരു മറ്റൊരു പ്രവണതയാണ് ഇപ്പോൾ ബൽറാമിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും എന്താണ് ഈ ഹനീഫ വധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് CPI-എമ്മിൻ്റെ ഒരാളുമല്ലല്ലോ ചെയ്തിട്ടുള്ളത്. CPI-എമ്മുകാർ നടത്തിയുള്ള കൊലപാതകങ്ങളൊക്കെ അതവിടെ നിൽക്കട്ടെ, അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസ് വരെ എത്തി നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പിന്നെ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടെ എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. ആത്മപരിശോധനയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ നേതാക്കന്മാരും ഓരോ പ്രവർത്തകരും ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ആ കൊലപാതകത്തിൻ്റെ പ്രശ്നം അതിന് കോൺഗ്രസ് പ്രവർത്തകരെ ഇത്തരം കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും കൊടുക്കുന്നതിന് പകരമായിട്ട് അത് CPI-എമ്മിനകത്തുള്ള പ്രശ്നങ്ങൾ ആണ് കൂടുതൽ വലുത്. CPI-എം ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ അതായിരിക്കാം, അല്ലായിരിക്കും, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അതുണ്ടാവട്ടെ. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കോൺഗ്രസും അതേ രീതിയിലേക്ക് പോവുകയാണോ? കോൺഗ്രസും ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ പാത CPI-എമ്മിനെ കണ്ട് പഠിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇപ്പം നടന്നു കഴിഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആ കാര്യത്തിൽ എന്താണ് പാർട്ടിയുടെ നിലപാട്, പിന്നെ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളുടെ നിലപാട്, പാർട്ടിയുടെ പോഷക സംഘടനകളുടെ നിലപാട് എന്നൊക്കെയാണ് അറിയേണ്ടത്. അവിടെ തങ്ങൾ അതിനെ ന്യായീകരിക്കുമ്പോൾ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നടന്ന കൊലപാതകം ആണോ അല്ലേ എന്ന് പറയാം. അതല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യമാണെങ്കിൽ അതങ്ങനെ പറയാം. അതിനല്ലെങ്കിൽ അത് തള്ളിപ്പറയണം. ഇങ്ങനെയുള്ള അക്രമ രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയാനാണ് ഓരോ നേതാവും തയ്യാറാണ്. അപ്പോഴാണ് ആ പാർട്ടിയിലുള്ളവർക്കും മറ്റു പുറത്തുള്ള പാർട്ടിയുള്ളവർക്കും പൊതുജനങ്ങൾക്കും അത്തരം നേതാക്കന്മാരോട് മതിപ്പുണ്ടാവുക. അതെല്ലാം മറ്റൊരു പാർട്ടിയുടെ കാര്യങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വലിച്ചഴിക്കേണ്ടത്? സ്വാഭാവികമായിട്ട് ഞാൻ CPI-എമ്മിനെ ന്യായീകരിക്കുകയല്ല. CPI-എമ്മിൻ്റെ കുറേ അക്രമ സംഭവങ്ങളുണ്ട്, അത് സ്വാഭാവികമാണ്. അതിനെ വേണ്ട ഘട്ടത്തിലൊക്കെ ചിത്രീകരിക്കേണ്ടതുമാണ്. പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു കൊലപാതകം കോൺഗ്രസിനകത്ത് നടന്നിരിക്കുന്നു, അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള കൊലപാതകമാകുമ്പോൾ അതിനെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ, അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടക്കുമ്പോൾ അത് ഞങ്ങളുടെ പ്രശ്നം മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് അത് അപ്പുറത്തെ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്ന രീതിയിൽ ഒരിക്കൽ പോലും ഒരു പ്രതികരണം ഉണ്ടാവാൻ പാടില്ല.
ശ്രീ സണ്ണി ജോസഫ്, CPIഎമ്മിനെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി ചിത്രീകരിക്കുകയും CPI-CPM സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ, അതല്ലെങ്കിൽ CPIM വിഭാഗീയതയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടവരുടെ ഒരു പട്ടിക തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഗ്രൂപ്പ് ചർച്ചയാക്കി അങ്ങനെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അത് CPIM ആണ് എന്ന് വരുത്തി തീർക്കണം എന്നാണ് VT ബൽറാം MLA ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഹനീഫ വധക്കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു സ്വയം വിമർശനപരമായി കാര്യങ്ങൾ കാണുകയും തിരുത്തുകയും ചെയ്യുകയാണോ വേണ്ടത്, അതല്ല CPM ആണ് കൂടുതൽ പേരെ കൊന്നത് എന്ന് വരുത്തി തീർത്ത് പാർട്ടിയെ രക്ഷിക്കുക, അതാണോ സ്വീകരിക്കേണ്ട മാർഗം? ഇല്ല, കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘടനത്തിൽ ഒരാൾ മരിച്ചത് ആ കൊലപാതകത്തിന് മറ്റൊരു മോട്ടീവ് ഇല്ല എന്ന് നിൽക്കുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വം വളരെ ഗൗരവത്തിൽ കാണേണ്ടതും അത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് CPM ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കേരളത്തിലെ ചരിത്രം എടുക്കുമ്പോൾ അതിന് CPMനുള്ള വലിയ മുൻകൈ ആർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ അതിപ്പോ കോൺഗ്രസിന്റെ ഈ സംഭവത്തിൽ ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല, അതിനൊരു ന്യായീകരണമല്ല. എന്നാൽ ഒരു വസ്തുതമായി അവശേഷിക്കുന്ന ഒരു വസ്തുത, ഈ തർക്കങ്ങളിൽ എല്ലാം കൊലപാതക രാഷ്ട്രീയത്തിൽ CPM തന്നെയാണ്. ചുക്കില്ലാത്ത കഷായമില്ല, CPM ഇല്ലാത്ത കൊലപാതക. ശ്രീ സണ്ണി ജോസഫ്, CPIM കൊലപാതക രാഷ്ട്രീയം നടത്തുന്നു എന്ന കാര്യം അത് നേരത്തെ CPI ആരോപിച്ചിട്ടുണ്ട്. CPIഎമ്മിന് അകത്തു നിന്ന് തന്നെ അത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് CPIഎമ്മിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു, CPIഎമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. അതിൽ മാധ്യമങ്ങൾ, പോലീസ്, കോൺഗ്രസ്, BJP എല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപമാണല്ലോ CPIM നേതൃത്വം ഉന്നയിച്ചത്. പകരം എന്താണ് നടന്നത് എന്ന ഒരു സ്വയം പരിശോധന, ഒരു തെറ്റുതിരുത്തൽ, അതിനാ പാർട്ടി തയ്യാറായില്ല എന്നതാണല്ലോ പ്രധാനപ്പെട്ട വിമർശനം. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഒരു സമാനമായ സംഭവത്തിലേക്ക് എത്തുമ്പോൾ ആ പാർട്ടി അതിനകത്ത് വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണോ വേണ്ടത്, അതല്ല ഒരു സോഷ്യൽ മീഡിയയിലൂടെ CPIM കൊന്നവരുടെ കണക്കെടുക്കണം എന്ന് ബൽറാമിനെ പോലുള്ള ഒരു MLA ആഹ്വാനം ചെയ്ത് കൂടുതൽ അപഹാസ്യമാവുകയാണോ വേണ്ടത്? അല്ലല്ല, ഇതിന്റെ അകത്ത് CPM കോൺഗ്രസിൽ ഇങ്ങനെ ഒരു സംഭവം, തെറ്റായ സംഭവം ഉണ്ടായതിന് കോൺഗ്രസിനെ അങ്ങേറ്റം പഴിക്കുമ്പോൾ അവർക്കത് പഴിക്കാനുള്ള, കോൺഗ്രസിനെ പഴി പറയാനുള്ള അർഹത CPMന് ഇല്ല എന്നാണ് ബൽറാം ചൂണ്ടിക്കാട്ടിയത്. അവരിപ്പോ ഈ ചന്ദ്രശേഖരൻ വധക്കേസ് അവരിതുവരെ സമ്മതിച്ചിട്ടുണ്ടോ? അതിന്റെ മോട്ടിവേഷൻ പൊളിറ്റിക്സ് ആണ് എന്ന് CPM സമ്മതിച്ചിട്ടില്ല. അവർ ചെയ്തെന്താണ്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും നിയമക്കോടതിയുടെയും പൊതുജനങ്ങളുടെയും കണ്ടെത്തലുകളെയും നിഗമനങ്ങളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളൊരു പാർട്ടി എൻക്വയറി നടത്തിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർക്ക് മറ്റെന്തോ വിരോധം ഉണ്ടായിരുന്നതിന്റെ പേരിൽ, പേഴ്സണൽ ലിമിറ്റിയുടെ പേരിലാണ് ചന്ദ്രശേഖരനെ CPM പ്രവർത്തകർ കൊലപ്പെടുത്തിയത് എന്ന കണ്ടെത്തൽ അടിച്ചേൽപ്പിക്കാൻ, പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും തലയിൽ അടിച്ചേൽപ്പിക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ്, ആ CPIഎമ്മിന്റെ ആ ശ്രമവും VT ബൽറാമിന്റെ ഇപ്പോഴത്തെ പ്രചാരണവും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളത്? കാരണം VT ബൽറാം പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു, പാർട്ടിയെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണം, അതിന് കൂടുതൽ കൊല നടത്തിയത് CPIM ആണ് എന്ന് ചിത്രീകരിക്കണം എന്നാണ്. അങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ് സംശയം. അത് പ്രചരണത്തിന്റെ രണ്ടു വശമാണ്. ഒന്ന്, സ്വയം ഈ തെറ്റ് തിരുത്തുമ്പോഴും രാഷ്ട്രീയ എതിരാളിക്ക് ഈ വിഷയത്തിന്റെ പേരിൽ രാഷ്ട്രീയ എതിരാളിക്ക് മുതലെടുപ്പിന് അവസരമില്ല, അവർക്കതിനുള്ള അർഹതയില്ല എന്ന് വ്യക്തമാക്കാനാണ് അവർ നടത്തിയ കൊലപാതക പരമ്പരകൾ. അതിലൊരു പ്രത്യേകത, ചന്ദ്രശേഖരൻ വധക്കേസാണെങ്കിലും തലശ്ശേരിയിലെ മനോജ് വധക്കേസാണെങ്കിലും അത് ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് കരുതി. ശ്രീ സണ്ണി ജോസഫ്, അതായത് ശ്രീ സണ്ണി ജോസഫ്, കൊലപാതകം കോൺഗ്രസും ചെയ്യും CPIഎമ്മും ചെയ്യും. അതുകൊണ്ട് CPIഎമ്മിൻ്റെ കൊലപാതകത്തെ കോൺഗ്രസ് വിമർശിക്കേണ്ടതില്ല, കോൺഗ്രസ് ചെയ്യുന്ന കൊലപാതകത്തെ CPIഎം വിമർശിക്കേണ്ടതില്ല, നമ്മൾ രണ്ടുപേരും ഈ പണി നടത്തിയിട്ടുണ്ട്. ഈ രീതിയിലാണോ ഈ വിഷയത്തെ കാണേണ്ടത്? ഒരിക്കലും ഞങ്ങൾ രണ്ടും തുല്യരല്ല.
CPM 100 മാർക്ക് കൊലപാതകത്തിന് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് 1 മാർക്ക്, ഞങ്ങൾ 0 ആയിരുന്നിടത്ത് ഇപ്പോൾ 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. CPM 100 ആളെ കൊന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 100 ആളുകളെ അവർ അംഗവൈകല്യമുള്ളവരാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ പേരുദോഷമുണ്ടാക്കിയ ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു നേതൃത്വം അറിഞ്ഞിട്ടില്ല. ഇത് ഒരു ലൊക്കേഷനിൽ, ഒരു ലൊക്കാലിറ്റിയിലുണ്ടായ അല്ലല്ല, നേതൃത്വം അറിഞ്ഞിട്ടില്ല എന്ന് എങ്ങനെയാണ് ശ്രീ സണ്ണി ജോസഫ് പറയാൻ കഴിയുക? മന്ത്രി ബാലകൃഷ്ണന്റെ അറിവോടെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ഒരു മന്ത്രി തന്നെ, തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, പാർട്ടി സർക്കാർ ഏകോപന സമിതിയിലെ അംഗം, മുതിർന്ന നേതാവ് ശ്രീ ബാലകൃഷ്ണന്റെ അറിവോടുകൂടിയാണ് എന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നു. പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ. VM സുധീരൻ നടപടിയെടുക്കുന്നു ആ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ. കെ മുരളീധരൻ തള്ളിപ്പറയുന്നു. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് ആരോപണങ്ങളും തള്ളിപ്പറച്ചിലും നടക്കുന്ന ഒരു കൊലപാതകത്തിലാണ് VT ബൽറാം പറയുന്നത് നമ്മളെക്കാൾ കൊല ചെയ്ത് CPM ആണ് എന്ന് ക്യാമ്പയിൻ ചെയ്യൂ എന്ന്. അത് ശരിയാണോ? അല്ല, ഒരിക്കലും തെറ്റില്ല അത്. കാരണം പൊളിറ്റിക്കൽ ക്യാമ്പയിനിൽ യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായിട്ട് പറയണം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെറ്റ് തിരുത്തുമ്പോൾ തന്നെ കൊലപാതക രാഷ്ട്രീയത്തിൽ CPM വളരെ വളരെ കൂടുതലായിട്ട് അതിന് ഉത്തരവാദികളാണ്. അവർ തിരുത്താത്ത ഉത്തരവാദിത്വവും പങ്കാളിത്തവും അവർക്കുണ്ട് എന്ന ആളുകളെ പൊളിറ്റിക്കൽ എഡ്യൂക്കേറ്റ് ചെയ്യാനും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉത്തരവാദിത്വമുണ്ട്. ദയവായി തുടരുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സോഷ്യൽ മീഡിയയെ എങ്ങനെയെല്ലാം പ്രചാരണത്തിന് ഉപയോഗിക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഫേസ്ബുക്കിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീ VT ബൽറാമിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്ന് നടക്കുന്ന ചർച്ചകളും. വലിയ സാമൂഹ്യ നീതിക്ക് വേണ്ടി, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഏത് സാമൂഹ്യ പ്രശ്നങ്ങളിലും അഭിപ്രായം പറയുക, മറ്റുള്ളവരെ പുച്ഛിക്കുക, ഇതിനെല്ലാം ഈ മീഡിയ ഉപയോഗിക്കുന്ന VT ബൽറാം ഇപ്പോൾ കൊലപാതകത്തെ തള്ളിപ്പറയാതെ പകരം നമ്മൾ ചെയ്ത കൊലയിൽ നിന്ന് നമ്മുടെ പാർട്ടിയെ രക്ഷിക്കാൻ എതിർ പാർട്ടിക്കാർ കൂടുതൽ കൊല നടത്തിയതിൻ്റെ കണക്ക് കൊണ്ടുപോവാ എന്ന് പറയാൻ ഈ മാധ്യമത്തെ ഉപയോഗിക്കുന്നു. അത് സംബന്ധിച്ച് ക്യാമ്പയിൻ ചെയ്യുന്നു. അത് ഒരു ഗാന്ധിയുടെ പിന്മുറക്കാർ ആയ, അത് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റെ നേതാവിനും ചേർന്ന പ്രവൃത്തിയാണോ? അല്ല, VT ബൽറാം ചെറുപ്പമാണ്. അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ ബോധമോ ചരിത്ര പരിജ്ഞാനമോ ഉണ്ടാവില്ല. അദ്ദേഹം ഈ കണക്കെടുപ്പിലൂടെ CPM എത്ര പേരെ കൊന്നു എന്നതിന്റെ കണക്കെടുക്കുമ്പോൾ അതിനൊപ്പം തന്നെ എത്ര CPMക്കാർ കൊല്ലപ്പെട്ടു എന്ന കണക്കുകൂടി എടുത്താൽ ആ ചരിത്രം കുറെ കൂടി പൂർണ്ണമായിരിക്കും. ഇവിടെ ബൽറാം എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫേസ്ബുക്കിൽ കയറി ആർക്കും എന്തും പറയാമെന്നുള്ളത് കൊണ്ട് അതിനെല്ലാം നമ്മൾ ഈ ചർച്ചയിലൂടെ വിശദീകരണം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ സണ്ണി ജോസഫ് പറഞ്ഞപ്പോഴും ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നു, ആ രാഷ്ട്രീയ കൊലപാതകം CPM പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കരുത്. CPM കൊലപാതകം നടത്തിയാൽ അത് കോൺഗ്രസ്സുകാർക്ക് മുതലെടുക്കാൻ കഴിയും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സമീപനം തന്നെ ശരിയല്ല. ഇവിടെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു ഭാവം, അവർ അഹിംസയുടെ വക്താക്കളാണ്, അഹിംസയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അവർക്ക് അക്രമമില്ല, അവർ ഗാന്ധിയന്മാരാണ്. ഗാന്ധി എന്ന് പറയുമ്പോൾ അങ്ങ് യേശുക്രിസ്തു വരെ പോകും ആ ചിന്താധാര. എല്ലാത്തിനും ക്ഷമിക്കുക, പൊറുക്കുക, മറക്കുക എന്നൊക്കെയുള്ളത്. ആ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ്സുകാരുടെ ചെയ്തികൾ എന്താണ്? അവർക്ക് ഭരണം കിട്ടിയപ്പോൾ ചെയ്തതൊക്കെ നമുക്കറിയാം, അടിയന്തരാവസ്ഥയൊക്കെ നമുക്കറിയാം. അല്ലാതെയും എത്ര CPMക്കാർ കോൺഗ്രസ്സുകാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിലമ്പൂരിലെ കുഞ്ഞാലി, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ബൽറാമിനൊന്നും ഓർമ്മയുണ്ടാവില്ല, മറ്റു പലരും മറന്നിട്ടുണ്ടാവും. അഴീക്കോടൻ രാഘവൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ പഠനത്തിലൂടെ ഒന്നും സാധ്യമാകാൻ പോകുന്നില്ല. കോൺഗ്രസ്സുകാരുടെ ഒരു കപട മുഖമുണ്ട്. തങ്ങൾ അഴിമതിക്ക്, അക്രമത്തിന്, എല്ലാ തിന്മകൾക്കും അതീതരാണ് എന്നൊരു ഭാവമുണ്ട്. ആ ഭാവം ഓരോ ദിവസവും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചാവക്കാട്ട് നമ്മൾ കണ്ടത്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസ്സുകാരുടെ ഗ്രൂപ്പ് വിഭാഗീയത അതിന്റെ ഭാഗമായി നടന്ന അതിക്രൂരമായ കൊലപാതകമായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ അവിടുത്തെ കമ്മിറ്റി പിരിച്ചുവിടുന്നു. മന്ത്രി CN ബാലകൃഷ്ണനെതിരെ ഉത്തരവാദപ്പെട്ടവർ ആരോപണം ഉന്നയിക്കുന്നു. ഇവിടെ വരെ കാര്യങ്ങൾ എത്തിയപ്പോഴും CPMനെതിരെ ഗവേഷണം നടത്തി അതിനെല്ലാം പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്ന് ബൽറാം കരുതുന്നെങ്കിൽ അത് തീർത്തും ബാലിശമായ സമീപനമാണ്. ശ്രീ സണ്ണി ജോസഫ്, ഇതിൽ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ VT ബൽറാം കാണാതെ പോകുന്ന ഒരു കാര്യമില്ലേ? കാരണം രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്താറുണ്ട്, പാർട്ടി വിട്ടുപോയവരെ കൊലപ്പെടുത്തിയ ചരിത്രം കേരളത്തിലുണ്ട്. പക്ഷേ ഹനീഫ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുകയായിരുന്നു.
അപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, പാർട്ടിയിൽ തന്നെ തുടരുന്ന അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ കൊലപ്പെടുത്തുന്നു. ഇത് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ലേ? അതിനെ ഇതര രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ചേർത്ത് വായിക്കാൻ കഴിയുമോ? ഏതൊരു കൊലപാതകവും കൊലപാതകം തന്നെയാണ്. ഒരു പാർട്ടിക്കകത്തുള്ള ഒരു സഹപ്രവർത്തകൻ എന്ന് തന്നെ വിളിക്കേണ്ട, ആ നിലയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കോൺഗ്രസ്സുകാരനെ മറ്റൊരു കോൺഗ്രസ്സുകാരൻ കൊലപ്പെടുത്തുന്നത് വളരെ തെറ്റാണ്. അതിനെ ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷെ ബൽറാം ചൂണ്ടിക്കാട്ടിയത് CPM ഒരിക്കലും ഇതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. കാരണം അവർ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി കൊലപാതകങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, കൊലപാതകങ്ങൾ മാത്രം അവലംബിക്കുന്നവരാണ്. ഇപ്പൊ നമുക്കറിയാം, അരുവിക്കര ഇലക്ഷന്റെ സമയത്തല്ലേ അവര് ബോംബ് നിർമ്മിക്കുമ്പോൾ 2 CPM പ്രവർത്തകർ ബോംബ് പൊട്ടി. ശ്രീ സണ്ണി ജോസഫ്, അതിന് CPIM പ്രവർത്തകരാണോ ഈ കൊലപാതകത്തെ കൂടുതലായി ചോദ്യം ചെയ്തത്? ആ കൊലപാതകം നടന്ന ശേഷം അവിടെ സംഘർഷം സൃഷ്ടിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. അവിടെ ആരാണ് കൊലപാതകം നടത്തിയത്, ആർക്കൊക്കെ അതിൽ ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. ആ കമ്മിറ്റിക്കെതിരെ നടപടിയെടുത്ത് KPCC നേതൃത്വമാണ്. അതായത് കോൺഗ്രസിനകത്ത് 2 ചേരിയായി തിരിഞ്ഞാണ് ഇത് വിവാദത്തിലേക്ക് വരുന്നത്. പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയോ മാധ്യമങ്ങളുടെയോ എല്ലാം ഇടപെടൽ അതിനുശേഷമാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് തന്നെ ഭിന്നാഭിപ്രായമുള്ള ഒരു കാര്യത്തിൽ ആ പാർട്ടിയിലെ പ്രവർത്തകരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് പകരം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുൻകാല ചെയ്തികൾ ചൂണ്ടിക്കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണോ? എന്താണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയവും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും തമ്മിൽ അപ്പോൾ ഒരു ഭിന്നതയുണ്ടാകുന്നത്? ഇല്ല, കോൺഗ്രസിൽ ഇതിൽ 2 അഭിപ്രായമില്ല. ഈ കൊലപാതകത്തെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് അവലംബിച്ചിട്ടുണ്ട്. ഇതിൽ 2 അഭിപ്രായത്തിന്റെ പ്രശ്നമില്ല, ഇതിനെ ന്യായീകരിക്കുന്ന പ്രശ്നവുമില്ല. പക്ഷെ ഈ ഒരു സംഭവത്തിൽ CPMനെ മുതലെടുപ്പിന് ശ്രമിച്ചാൽ അവർക്കതിനുള്ള അർഹതയില്ലെന്നാണ് ശ്രീ ബാലറാം വളരെ കൃത്യമായിട്ടും വ്യക്തമാക്കിയത്. ശ്രീ ദയവായി തുടരുക. ശ്രീ സജീവൻ, അങ്ങനെയാണോ ബൽറാമിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും തുടർന്ന് നടക്കുന്ന ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ തെറ്റുകളെ തിരുത്തുന്ന ഒരു നടപടിയാണോ ബൽറാമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്, അതോ അത് മൂടിവെച്ചുകൊണ്ട് ഒരു പ്രത്യാരോപണം ഉന്നയിക്കുന്ന നിലപാടോ? ഇപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞ ഒരു ന്യായീകരണം ഉണ്ടല്ലോ, അതായത് മാർക്കിട്ടുകൊണ്ട് അവർക്ക് 100 മാർക്ക്, ഞങ്ങൾക്ക് 1 മാർക്കാണ് അദ്ദേഹം പറഞ്ഞത്. 1 മാർക്ക് എത്ര മാർക്കാകട്ടെ, അവരെക്കാൾ 1 കുറവാണ് ഞങ്ങൾ എന്ന് പറയുന്ന രാഷ്ട്രീയം എങ്ങനെയാണ് സമാധാനത്തിൻ്റെ രാഷ്ട്രീയമാവുന്നത്? അവിടെ CPMനകത്തുള്ള പ്രശ്നങ്ങളല്ലല്ലോ ഇവിടെ സംസാരിക്കേണ്ടത്. ഇവിടെ എത്ര തങ്ങളുടെ പക്ഷത്തുള്ള അതും ഒരു സഹപ്രവർത്തകനെ കൊന്ന ഒരു കേസിൽ അതിനെക്കുറിച്ചുള്ള പ്രശ്നം വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് ഗാന്ധിജിയുടെ രാഷ്ട്രീയം എന്ന് പറയാവുന്ന അഹിംസയുടെ രാഷ്ട്രീയം ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കേണ്ട ആളുകളാണ് സണ്ണി ജോസഫും VT ബലറാം ഉൾപ്പെടെയുള്ള ആളുകൾ. അവരതാണ് പറയേണ്ടത്, മറ്റവരെ പറ്റി പറയണം. കാരണം അത് CPMനെ കുറിച്ച് അവർ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. പൂർണ്ണമായിട്ട് നമ്മളൊക്കെ എപ്പോഴും അത്ഭുതത്തോടുകൂടി നോക്കിയപ്പോൾ എന്തായിരിക്കും സണ്ണി ജോസഫ് ഇവിടെ പറയുമ്പോഴും VT ബലറാം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോഴും ഒക്കെ കോൺഗ്രസിനകത്തുള്ളത് ഉണ്ടാവേണ്ടത് ഗാന്ധിജിയുടെ സമാധാന രാഷ്ട്രീയമാണ്, അഹിംസാ രാഷ്ട്രീയമാണ് എന്ന് തങ്ങളുടെ പ്രവർത്തകരെ ഉദ്ബോധിപ്പിക്കണം. നേതാക്കന്മാരുടെ അറിവോട് കൂടിയിട്ടോ അറിവില്ലാതെയോ എങ്ങനെയോ കൊലപാതകം ഉണ്ടായല്ലോ. ആ കൊലപാതകം വെറുതെ കൈതട്ടിപ്പോയിട്ടുണ്ടായതല്ലോ, അറിയാതെ സംഭവിച്ചതുമല്ല. പൂർണ്ണമായിട്ടും കൊല ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ കൊല ചെയ്തതാണ്. അപ്പം അങ്ങനെ അതിൽ മന്ത്രിയുടെ പങ്കുണ്ടാവാം, മറ്റ് പല നേതാക്കന്മാരുടെയും പങ്കുണ്ടാവാം, ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഗ്രൂപ്പ് രാഷ്ട്രീയം ഏറ്റവും ഒരു വലിയ പതനത്തിലെത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിവിടെ VM സുധീരൻ KPCC പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ സമയത്ത് പറഞ്ഞത് ഇനി മുതൽ ഇവിടെ ഗ്രൂപ്പിസം ഇല്ലാതാക്കും, പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ ഗ്രൂപ്പ് വിമുക്തമാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ അവസാനം അത് കണ്ടെത്തിയത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇവിടെ ഗ്രൂപ്പ് രാഷ്ട്രീയം കൊലപാതകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെങ്ങനെ പരിഹാരമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ടത്. അവിടെ അതിന് പകരം CPMനകത്തെ രാഷ്ട്രീയം CPMമാർക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോട്ടെ, CPMമാർക്ക് അർഹതയുണ്ടോ ഉള്ള കാര്യം നാട്ടുകാർ ചിന്തിച്ചോളും. അത് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടല്ലോ. ഒരു സമാധാനാന്തരീക്ഷത്തിലാണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ പോലെ ഹനീഫ കൊലപാതകം പോലൊരു കൊലപാതകം ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ ഇതിങ്ങനെ കണക്കെടുക്കുന്നത് തെറ്റില്ല. കാരണം VT ബലറാമിൻ്റെ നേതൃത്വത്തിൽ CPM നടത്തിയിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളുടെയും ഏതൊക്കെ കൊലപാതകം നടത്തിയിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ കണക്കെടുക്കാം. എന്നിട്ട് കോൺഗ്രസ് ഇതാ വളരെ ശുദ്ധമായ രാഷ്ട്രീയം നടപ്പാക്കുന്നു,
CPM വളരെ രക്തപങ്കിലമായിട്ട് രാഷ്ട്രീയമാണ് ഇവിടെ നടപ്പാക്കുന്നതെന്ന് പറയാം. അതിന് പകരം ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതല്ലല്ലോ. ഇപ്പം സഹപ്രവർത്തകനെ കൊന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ സഹപ്രവർത്തകനെ കൊല്ലുന്ന രാഷ്ട്രീയത്തിൽ നിന്നും സ്വന്തം അണികളെയും പ്രവർത്തകരെയും ഒക്കെ പിന്തിരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ഉദ്ബോധനത്തിനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ മറ്റുള്ളവരുടെ കണക്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വലിയ പ്രശ്നമല്ലാതെ ആവുന്നു. ഞങ്ങളുടെ മാർക്ക് കുറവാണ്, മറ്റവർക്ക് മാർക്ക് കൂടുതലാണെന്ന് പറയുന്ന ഒരു മാർക്കിടൽ സംസ്കാരത്തിലേക്ക് സത്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ പോകുന്നത് അപഹാസ്യമായിട്ടൊരവസ്ഥയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കൊലപാതകം അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരുപക്ഷെ കോൺഗ്രസും മാധ്യമങ്ങളുമാണ് അതിന് മുൻകൈ എടുത്തത്. അങ്ങനൊരു ഭിന്നാഭിപ്രായം CPM-നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊരു പാഠവും കേരളം പഠിച്ചിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പാർട്ടിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇഷ്ടമില്ലാത്തവരെ കൊല ചെയ്യുക എന്ന ആ ഫാസിസ്റ്റ് രാഷ്ട്രീയം അതാണ് പിന്തുടരാൻ കഴിയൂ. അതിനപ്പുറമുള്ള ഒരു ആശയസമരത്തിൻ്റെ പ്രസക്തിയില്ല. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ കാലഘട്ടത്തിൽ എത്രത്തോളം തെറ്റിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുപോകും? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ സ്വീകരിക്കേണ്ട പൊതുവായ തിരുത്തൽ നടപടികൾ എത്രത്തോളം അത് സാധ്യമാണോ? അല്ല, തിരുത്തൽ നടപടി എന്ന് പറയുമ്പോൾ കൊലപാതകങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് CPI-M-നെ കുറിച്ച് പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം നമുക്കറിയാം. അത് വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന, ശാരീരികമായി ഉന്മൂലനം ചെയ്യുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ആ ചരിത്രം ഇപ്പോൾ ആ പാരമ്പര്യമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് മറ്റ് രീതികളിലേക്കൊക്കെ പാർട്ടി മാറിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊലപാതകങ്ങൾ വീണ്ടും സംഭവിക്കുന്നുണ്ട്. കൊലപാതകങ്ങൾ എന്ന് പറയുമ്പോൾ ചോര വീണ ചരിത്രമാണ് CPI-M-ന്റേത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്. ആ ചോര കമ്മ്യൂണിസ്റ്റുകാരുടെ ചോരയുമുണ്ട്, ശത്രുക്കളുടെ ചോരയുമുണ്ട്, രണ്ടുമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാൻ, ചർച്ച ചെയ്യാം. ഇതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അക്രമരഹിതമായ സംശുദ്ധമായ രാഷ്ട്രീയമാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, നമ്മുടെ മുന്നിലുള്ള ചർച്ചാ വിഷയം, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്റെ സഹപ്രവർത്തകരാൽ കൊല്ലപ്പെടുന്നു. അത് യാദൃശ്ചികമായിട്ടല്ല, ബോധപൂർവമാണ്, മനഃപൂർവ്വമാണ്. അതിലൊരു മന്ത്രി തന്നെ ഇടപെട്ടിരിക്കുന്നു. ഇതൊക്കെ വാർത്തകൾ വരുന്നത് CPM കണ്ടുപിടിച്ച് ആരോപിക്കുന്നതല്ല, മാധ്യമങ്ങൾ കണ്ടുപിടിച്ച് ആരോപിക്കുന്നതുമല്ല. അതൊക്കെ അവർ തന്നെ പറയുന്നതാണ്, കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അവർ തന്നെ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞിരിക്കുന്നതാണ്. ആ കുറ്റസമ്മതം നടന്ന പശ്ചാത്തലത്തിൽ മാർക്കിന്റെയും സ്കോറിന്റെയും ഗ്രേഡിന്റെയും ഒക്കെ പിന്നാലെ സണ്ണി ജോസഫിനെ പോലെ പോകാതെ VT ബൽറാമിനെ പോലെയുള്ള ചെറുപ്പക്കാരായ നേതാക്കൾ, പൊതുപ്രവർത്തകർ ചെയ്യേണ്ടത്, ഇത് തങ്ങളുടെ പാർട്ടി, ഇനിയിപ്പോൾ CPM മോശമാണെന്നിരിക്കട്ടെ, CPM-ന്റെ മോശമായ അവസ്ഥയിലേക്ക് സംശുദ്ധമായ കോൺഗ്രസ് പാർട്ടി കൂടി അധപ്പതിക്കണമോ വേണ്ടയോ എന്ന ആലോചനയാണ് VT ബൽറാമിനെ പോലുള്ള ആളുകൾ നടത്തേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് തങ്ങളുടെ കൈകളും ശുദ്ധമല്ല എന്നൊരവസ്ഥ വരുന്നത്. ഇപ്പോൾ നമ്മൾ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, സ്വന്തം കണ്ണിലെ കോല് ഇരിക്കെ അന്യന്റെ കണ്ണിലെ കരടന്വേഷിച്ചു പോരുത് എന്ന് പറയുന്നത്. അത് എല്ലായ്പ്പോഴും നമ്മുടെ അനുദിന വ്യാപാരങ്ങളിലും പൊതുപ്രവർത്തനത്തിലും എല്ലാം ബാധകമായ തത്വമാണ്. അതുകൊണ്ട് CPI-M-മായി താരതമ്യം ചെയ്തുകൊണ്ട് തങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടവരാണ്, സംശുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ബാലിശമായ പരിശ്രമമാണ് ബൽറാമിനെ പോലെ നമുക്ക് പ്രതീക്ഷയുള്ള ഒരു യുവ നേതാവിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ A. സജീവൻ, ശ്രീ സണ്ണി ജോസഫ് MLA ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.